നമസ്കാരം. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഉത്തരവാദിത്വവും വിവേകവും അത്യാവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ലോകം മുഴുവൻ വെട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. യുക്രൈൻ യുദ്ധം പോലൊരു ദാരുണമായ അന്താരാഷ്ട്ര പ്രതിസന്ധിയെ പോലും കച്ചവടത്തിന്റെ ഭാഷയിൽ തനിക്കിഷ്ടമുള്ള പോലെ തിരിച്ചും മറിച്ചും യൂറോപ്യൻ നേതാക്കളെ ദുർബലർ എന്നും ഭീരു എന്ന് വിളിച്ചും സ്വയം ശ്രദ്ധ നേടാനുള്ള അവസരമാക്കി മാറ്റുന്ന ട്രംപിന്റെ സമീപനം ഒരു രാഷ്ട്രത്തലവനിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന ഗൗരവവും വിവേകവും നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ തെളിവാകുകയാണ്. ലോകം യുദ്ധത്തിന്റെ തീയിൽ മുങ്ങിക്കിടക്കുമ്പോൾ കൂട്ടായ്മയും നയതന്ത്ര ബുദ്ധിയും ആവശ്യമായിരിക്കുന്ന സന്ദർഭത്തിൽ ട്രംപിനെ പോലെയുള്ള നേതാക്കൾ ജനാധിപത്യത്തിന്റെ പേരിൽ നടത്തുന്ന പാകം തെറ്റിയ രാഷ്ട്രീയ പ്രദർശനങ്ങൾ ലോകം നേരിടുന്ന പ്രതിസന്ധികളെ കൂടുതൽ അപകടകരമാക്കുകയാണ്. യൂറോപ്പിനെതിരെ രൂക്ഷ വിമർശനവുമായാണ് ഇപ്പോൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയിരിക്കുന്നത്. ദുർബലരായ നേതാക്കൾ നയിക്കുന്ന ജീർണിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടമാണ് യൂറോപ്പ് എന്ന് അദ്ദേഹം ആരോപിച്ചു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിലും അവർ പരാജയപ്പെട്ടു. തന്റെ നയപരമായ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കുന്ന യൂറോപ്യൻ നേതാക്കളെ പിന്തുണയ്ക്കാൻ തയ്യാറാണ് എന്നും ട്രംപ് സൂചിപ്പിച്ചു. യൂറോപ്യൻ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ട്രംപ് നടത്തിയ ഏറ്റവും ശക്തമായ വിമർശനമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലെ നിർണായകമായ ഘട്ടത്തിലാണ് ട്രംപിന്റെ വിമർശനം എന്നതും ശ്രദ്ധേയമാണ്. റഷ്യ യുക്രൈൻ വെടിനിർത്തൽ നീതിയുക്തവും ശാശ്വതവുമായിരിക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ തിങ്കളാഴ്ച വ്യക്തമാക്കിയിരുന്നു. സമാധാന കരാറിനായി US തയ്യാറാക്കിയ ചില വ്യവസ്ഥകളുടെ വിശദാംശങ്ങളിൽ സംശയമുണ്ടെന്നും അതിനെക്കുറിച്ച് ചർച്ചകൾ ആവശ്യമാണെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസും നിലപാട് സ്വീകരിച്ചിരുന്നു. യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ വെടിനിർത്തലിനായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന പദ്ധതിയെക്കുറിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂടിയാലോചനയിലാണ് ഇരു നേതാക്കളും നിലപാട് വ്യക്തമാക്കിയത്. ലണ്ടനിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമറിന്റെ ടൗണിംഗ് സ്ട്രീറ്റിലെ ഔദ്യോഗിക വസതിയിലെ ചർച്ചയിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കിയുടെ സാന്നിധ്യത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോ, ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിഷ് മെർസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ട്രംപിന്റെ ഭരണകാലത്ത് തന്നെ ലോകം കണ്ടതാണ് ഒരാൾക്കു മാത്രം പ്രാധാന്യം നൽകുന്ന പ്രതികാരം നിറഞ്ഞ സ്ഥിരത എന്ന വാക്കിന് അർത്ഥം പോലും അറിയാത്ത ഒരു ഭരണരീതിയാണ് അദ്ദേഹം പ്രചരിപ്പിച്ചത്. കുടിയേറ്റക്കാരെ ശത്രുക്കൾ എന്ന് ചിത്രീകരിക്കുകയും മനുഷ്യാവകാശത്തിന്റെ പേരിൽ പോലും സംവാദത്തിന് വഴിവെക്കാതിരിക്കുകയും ഓരോ അന്താരാഷ്ട്ര പ്രശ്നത്തെയും തന്റെ വ്യക്തിപരമായ ദ്വേഷവും സ്വാർത്ഥതയും നിറഞ്ഞ വാക്കുകളാൽ തീപിടിപ്പിക്കുകയും ചെയ്യുന്ന അതീവ അപകടകരമായ സ്വഭാവമാണ് ട്രംപിന്റെ ഭരണശൈലി എന്നത് ഇന്നലെയോ ഇന്നോ മാത്രമല്ല, തുടർച്ചയായി തെളിഞ്ഞുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇന്നും യൂറോപ്പിനെയും നാറ്റോയെയും അപകീർത്തിച്ചുകൊണ്ട് ഉക്രൈൻ പോലൊരു രാജ്യത്തിന്റെ വേദനയെ രാഷ്ട്രീയ ലാഭത്തിനായി വിറ്റഴിക്കാനുള്ള ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമം കാണുമ്പോൾ ട്രംപിനെ ഒരു ലോക നേതാവായി ചിന്തിക്കാൻ പോലും തക്കവനല്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ്. ശാന്തിയും സുരക്ഷയും ആവശ്യമായ സമയത്ത് ഭീഷണി, പരിഹാസം, അവഹേളനം, ഇതിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം മുഴുവൻ. ലോകത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് വളരെയധികം ഉത്തരവാദിത്വമുള്ള തീരുമാനങ്ങളാണ്. ട്രംപിനെ പോലെയുള്ളവരുടെ വികൃതവും ക്രൂരവുമായ പ്രസ്താവനകളല്ല. ട്രംപിന്റെ പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി ഒരു രാഷ്ട്രത്തെ നയിക്കാൻ ആവശ്യമായ ശാന്തതയോടും കരുതലോടും യുക്തിയോടും യാതൊരു ബന്ധവുമില്ല എന്നുള്ളതാണ്. ഇത് ഓരോ പ്രാവശ്യവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭീഷണിയും വിഷമുള്ള വാക്കുകളും അറിവില്ലാത്ത ധിക്കാരവും ചേർന്ന മാഡ് റൂളിംഗ് സിസ്റ്റമാണ് അദ്ദേഹം ലോകത്തിന് മുന്നിൽ പ്രകടിപ്പിക്കുന്നത്. യുദ്ധത്തിൽ കത്തുന്ന രാജ്യങ്ങളുടെ വേദനയെയും നിഷ്പക്ഷതയെയും ഒരു കളിപ്പാട്ടം പോലെ കാണുന്ന, കൂട്ടുകെട്ടുകളെ തകർക്കാൻ മാത്രമായുള്ള പ്രസ്താവനകളിലൂടെ ലോക സുരക്ഷയെ അപകടത്തിലാക്കാൻ പോലും തയ്യാറുള്ള ഒരു നേതാവിനെ ലോകത്തിന് ആവശ്യമില്ല. രാഷ്ട്രത്തലവൻ എന്ന് വിളിക്കപ്പെടുന്ന ഒരാൾ പൊതുവേദികളിൽ പ്രസംഗിക്കുന്നത് ലോകത്തെ ശക്തിപ്പെടുത്താനോ ഏകീകരിക്കാനോ വേണ്ടിയാണ്, ഭയത്തിന്റെയും ഭിന്നതയുടെയും വിത്തുകൾ വിതയ്ക്കാനല്ല. എന്നാൽ ട്രംപിന്റെ പ്രസ്താവനകളും സമീപനവും ചെയ്യുന്നത് ഇതിന്റെ കൃത്യമായ വിപരീതമാണ്. ലോകം ഇന്ന് ആവശ്യപ്പെടുന്നത് വിവേകമുള്ള, ഐക്യമുണ്ടാക്കുന്ന, മനുഷ്യ ജീവിതത്തിന്റെ മൂല്യം തിരിച്ചറിയുന്ന നേതാക്കളെയാണ്. അതിരുകടന്ന പ്രസ്താവനകളിലൂടെ അന്താരാഷ്ട്ര ബന്ധങ്ങളെ തകർക്കുന്ന ട്രംപിനെ പോലെയുള്ള രാഷ്ട്രീയക്കാരെയല്ല.